റബ്ബർ വിലയിടവും വികസനവും സജീവ ചർച്ചയായ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. വിജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF. പ്രചാരണം ശക്തമാക്കി തുഷാർ വെള്ളാപ്പള്ളിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ റബ്ബർ വില തന്നെയാണ് മുഖ്യ പ്രചരണ വിഷയം. റബ്ബറിനൊപ്പം കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ചാഴികാടനായി ഇടത് ക്യാമ്പ് ഉയർത്തിക്കാണിക്കുന്നത്. സ്ഥാനാർത്ഥിയായി ആദ്യം തന്നെ രംഗത്ത് വന്ന തോമസ് ചാഴികാടൻ പ്രചരണ രംഗത്തും ഏറെ മുന്നേറിക്കഴിഞ്ഞു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടതിൻ്റെ ആത്മവിശ്വാസം വാക്കുകളിലുണ്ട്. വലിയ ആവേശത്തിലാണ് ജനങ്ങൾ. തീർച്ചയായും അതെനിക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. കഴിഞ്ഞ 1 മാസത്തിലേറെ കാലമായി ഞാൻ ജനങ്ങളോടൊപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവരെ വലിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് നൽകുന്നത്. UDF സ്ഥാനാർത്ഥി K. ഫ്രാൻസിസ് ജോർജും മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി. കോൺഗ്രസ് ക്യാമ്പ് സജീവമല്ലെങ്കിലും നേതാക്കൾ ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയത്തിനായി ഒപ്പമുണ്ട്. വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഫ്രാൻസിസ് ജോർജ് പങ്കുവയ്ക്കുന്നത്. പൊതുവിൽ വളരെ അനുകൂലമായ സാഹചര്യമാണ്. എവിടെ ചെന്നാലും വളരെ വലിയ സ്വീകാര്യത ഐക്യജനാധിപത്യ മുന്നണിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. NDA മുന്നണിയിൽ BDJSനായി തുഷാർ വെള്ളാപ്പള്ളിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. വളരെ വൈകിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ് തുഷാറും. കോട്ടയത്ത് 100% ജയിക്കാൻ കഴിയും NDAക്കെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും 2 ചിഹ്നത്തിൽ മത്സരിച്ചതിൻ്റെ കരുത്തിലാണ് ചാഴികാടൻ. അതേസമയം ചിഹ്നത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഫ്രാൻസിസ് ജോർജ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച കുടമാണ് തുഷാറിൻ്റെ ചിഹ്നം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസുകൾ നേരിട്ട് പോരാടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ കോട്ടയത്തേത്. ഈ പോരാട്ടത്തിൽ 2 തന്നെയാണ് ചാഴികാടൻ്റെ കരുത്ത്. സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.